बाबा साई बाबा, दीनों के दुख हरते बाबा। राम ही बाबा, कृष्ण ही बाबा, नरदेही नारायण बाबा, नरदेही नारायण बाबा। ओ बाबा साई बाबा। ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാദാരവിന്ദത്തിൽ സാഷ്ടാംഗ പ്രണാമം. ദ ഗ്ലോറി ഓഫ് സായി എന്നുള്ള പരമ്പരയിൽ ഭഗവാന്റെ അവതാര ഉദ്ദേശം ഭഗവാൻ തന്നെ പറഞ്ഞത് നമ്മൾ ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ അവതാര ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട്. അതിൽ 5 കാര്യങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ശ്രവണം ചെയ്യുകയുണ്ടായി. അപ്പൊ 6ാമത്തെ അവതാര ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ കേൾക്കാം. ഭഗവാൻ പറയാണ് 6ാമത്തെ അവതാര ഉദ്ദേശം ഇതാണ്. രാമാവതാരത്തിൽ ഭഗവാൻ നൽകിയ വരം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഭഗവാൻ സത്യസായിയായിട്ട് വന്നു എന്ന് പറയുന്നു. അപ്പൊ രാമാവതാരത്തിൽ കൊടുത്ത വരം എന്താണ്? ആർക്കാണ് വരം നൽകിയത്? കൊടുത്ത വരം എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഭഗവാൻ പറയാണ്, രാമാവതാരത്തിൽ രാമരാവണ യുദ്ധം കഴിഞ്ഞതിന് ശേഷം, രാവണനെ സംഹരിച്ചതിന് ശേഷം, രാവണന്റെ സൈന്യത്തിന്റെ ഭാഗമായിട്ട് യുദ്ധം ചെയ്ത രാക്ഷസന്മാരൊക്കെ വന്നു അത്രേ ഭഗവാന്റെ അടുത്തേക്ക്, ശ്രീരാമന്റെ അടുത്തേക്ക് ഒരു പ്രാർത്ഥനയോടെ. ആ പ്രാർത്ഥന എന്തായിരുന്നു? സ്വാമി, ഈ വാനരങ്ങൾക്ക് മുഴുവൻ അങ്ങയുടെ സൈന്യത്തിന്റെ ഭാഗമായിട്ട് അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ലോ. കാരണം ഞങ്ങളുടെ ധർമ്മമല്ലേ. ഇപ്പൊ രാവണൻ ഞങ്ങളുടെ രാജാവാണ്. ഇപ്പൊ രാവണന്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ധർമ്മമാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങയുടെ സൈന്യത്തിന്റെ ഭാഗമായിട്ട് അങ്ങയെ സേവിക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചില്ലല്ലോ. ആ ഒരു അവസരം ഞങ്ങൾക്ക് ഇപ്പോൾ നൽകണം എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഈ രാക്ഷസന്മാരെ കൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശ്രീരാമനപ്പൊ ഒരു വരം കൊടുത്തു എന്ന്. അതിന്റെ കറക്റ്റായിട്ടുള്ള സമയം ഇപ്പോഴല്ല, രാമാവതാരത്തിലല്ല, ഞാൻ പിന്നെ വരും കലിയുഗത്തില്, ആ സമയത്ത് ഒരു അവസരം നൽകാമെന്ന് ഭഗവാൻ പറഞ്ഞു അത്രേ. അപ്പോൾ അങ്ങനെ ഇന്ന് ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ള പലരും അന്ന് ആ രാവണന്റെ സൈന്യത്തില് രാക്ഷസന്മാരായിരുന്നു. അവരാണ് ഇപ്പൊ ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ള ആൾക്കാരിൽ അവരൊക്കെ പെടുന്ന ഭഗവാൻ പറയാണ്. വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇതിൻ്റെ ഒരു പൊരുൾ എനിക്ക് തോന്നുന്നത് ഇതാണ്. ഭഗവാൻ എന്ന് പറയുന്നത് ആരാണ്? ഭഗവാൻ എന്ന് പറയുന്നത് പതിത പാവനനാണ്. ഇതിപ്പോ 2 വിധത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അയ്യോ, ഇപ്പോ ഞാനൊരു അസുരൻ അല്ലെങ്കിൽ ആണെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കാം. വേറെ വിധത്തിൽ വ്യാഖ്യാനിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് 2ാമത്തെ വിധമാണ് ശരിക്കുള്ള വിധം എന്നുള്ളതാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നല്ലത് ചീത്ത എന്നുള്ളതില്ല. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? ഇത് നല്ല സ്വഭാവമുള്ള കുട്ടിയല്ല, പിതന്റെ കുട്ടിയല്ല എന്ന് പറയുമല്ലോ. ഭഗവാൻ ആരാണ്? ഭഗവാൻ ഭഗവാൻ പതിത പാവന രാം, ദയാ കരോ ദയാ കരോ ദയാ കരോ ഭഗവാൻ, ഹേ പതിത പാവന രാം. പതിത പാവനനാണ് നമ്മുടെ ഭഗവാൻ. അപ്പോൾ എനിക്ക് ശുദ്ധിയുണ്ടോ ഇല്ലയോ, അല്ല എനിക്ക് ആധ്യാത്മിക തലത്തിൽ ഉയരാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ചരണാരവിന്ദത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ശുദ്ധീകരിക്കേണ്ടത് ഭഗവാന്റെ ചുമതലയാണ്. അത് ഭഗവാൻ നിർവഹിച്ചോളും. ഭഗവാൻ നമ്മുടെ അമ്മയാണ്. അപ്പോൾ ഒരു കുട്ടി കുളിച്ചിട്ടില്ലെങ്കിലും നീ കുളിച്ചിട്ടില്ല, എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് അമ്മ പറയോ? പറയില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ എത്ര അശുദ്ധി ഉണ്ടായാലും നിസ്സംശയം ഭഗവാന്റെ സന്നിധിയിൽ പോവാം. ആ പതിത പാവനായ ഭഗവാൻ നമ്മളെ ശുദ്ധീകരിക്കും എന്നുള്ളൊരു ഉറപ്പ് ഭഗവാൻ തരികയാണ്. ആ ഒരു കരുണാമയനായ പതിത പാവനായ ഭഗവാന്റെ പാതാരബന്ധത്തിൽ വരാനും
ഭഗവാന്റെ സന്നിധിയിൽ പ്രശാന്ത് നിലയത്തും പിന്നെ നമ്മുടെ കേരളത്തിലുള്ള സമിതിയിലൊക്കെ വരാനുള്ളൊരു അനുഗ്രഹം ഭഗവാൻ തന്നിരിക്കുകയാണ്. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമാവാനുള്ളൊരു അനുഗ്രഹം ഭഗവാൻ തന്നിരിക്കുകയാണ്. ആ അവസരം നമുക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ വാക്കൽ മുഴുവൻ ഭഗവാന്റെ പാതാരബന്ധത്തിൽ സമർപ്പിക്കുകയാണ്. ജയ് സായിറാം.